എല്ലാവർക്കും നമസ്കാരം. HK ഫാമിലി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിരിക്കുന്നത് പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ കോൺഫറൻസ് ഹാളിലാണ്. നമുക്കെന്താ ഇവിടെ കാര്യം എന്നല്ലേ പറയാം. കൂൺ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായിട്ട് പിറവന്തൂർ കൃഷിഭവൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു കൂൺ പരിശീലന ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതിൽ പങ്കെടുക്കുവാനാണ് ഞാനും എത്തിയത്. അപ്പം അതിൽ നമുക്ക് പേര് രജിസ്റ്റർ ചെയ്യണമായിരുന്നു. നമ്മുടെ പേര്, അഡ്രസ്സ്, മറ്റു വിവരങ്ങൾ നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ഏകദേശം 25ഓളം ആൾക്കാർ പങ്കെടുത്ത ഒരു പരിശീലന ക്യാമ്പായിരുന്നു അത്. പുതുതായി കൂൺ കൃഷിയിലേക്ക് താല്പര്യമുള്ളവർക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വേണ്ടുന്ന എല്ലാ ഇൻഫർമേറ്റീവ്സും തന്ന ഒരു നല്ലൊരു പരിശീലന ക്യാമ്പ് തന്നെയായിരുന്നു അത്. അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ കൃഷി ഓഫീസറായിട്ടുള്ള സൗമ്യ മേഡമാണ്. വളരെ നല്ല രീതിയിൽ കൂൺ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പരിശീലന ക്യാമ്പ് തന്നെയായിരുന്നു അത്. കൃഷി രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ലാഭകരമായിട്ട് മൂല്യവർക്ക് ഉൾപ്പെടെ ഉണ്ടാക്കുന്നതിനെ പറ്റിയൊക്കെ ഇന്ന് നമുക്ക് പറഞ്ഞു വരുന്നതാണ്. കൂടാതെ ഇത് നമ്മൾ ഇന്നൊരു ക്ലാസ് ഇങ്ങനെ വെക്കുന്നതിനുള്ള സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂൺഗ്രാമം എന്നൊരു പദ്ധതി നമ്മുടെ ബ്ലോക്കിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടില്ല. അപ്പോൾ കൂൺഗ്രാമ പദ്ധതിയിൽ ചെറുകിട കൂൺ കർഷകർക്കും വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നവർക്കും ഒക്കെയുള്ള സ്കീമുകളുണ്ട്. അപ്പം 100 ബെഡ് കൂൺ കൃഷി ചെയ്യുകയാണെങ്കിൽ അതിനുള്ള സബ്സിഡി 15,000 രൂപ സബ്സിഡി കിട്ടുന്ന രീതിയിൽ, അതുപോലെ വലിയ സ്കെയിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ 1,00,000 മേലിലൊക്കെ സബ്സിഡി കിട്ടുന്ന സ്കീമുകളുണ്ട്. അപ്പം നിങ്ങൾ ഇന്നത് കേട്ടിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും അതിലേക്ക് നമുക്ക് കൂൺ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് വരണം. ഇതിലേക്ക് കൂൺ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്, അതൊക്കെ എപ്പോഴും ട്രെയിനിങ് ആണ്. അപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് തീർക്കുക. അതുപോലെ തന്നെ കൂൺ കൃഷി സബ്സിഡി രീതിയിൽ 100 ബെഡെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ കൃഷി നമുക്കിന്ന് പേര് കൂടെ പങ്കെടുക്കും. നമ്മള് 1 കിലോ പെല്ലറ്റാണ് എടുക്കേണ്ടത്. കറക്റ്റ് 1 കിലോ പെല്ലറ്റാണ് ഇത്. ഈ പെല്ലറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കഞ്ഞാലിക്ക് നമ്മള് ഉണ്ണാക്കുന്ന സാധനം പോലെ ഇരിക്കും. അത് ഉണ്ണാക്കല്ല, ഇത് കുണ്ടിക്ക് മാത്രം ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ യൂട്യൂബിൽ കയറി മൺസൂമിനെ കളിച്ച് നോക്കാമെങ്കിൽ അവർക്കുള്ളതാണ് പെല്ലറ്റ് വരുന്നത്. അവരെല്ലാം ഒരു ആളുണ്ടാക്കുന്ന എല്ലാവരും ഏജന്റുമാരാണ്. ഞാനൊരു ഏജന്റാണ്. അപ്പൊ അതിൽ പെല്ലറ്റ് നമുക്ക് ഹോൾസെയിലായിട്ട് അയച്ചു നമുക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നത്. നമ്മുടെ ഫോൺ നമ്പർ ഇത് 60 രൂപ. കൊറിയർ അയക്കുകയാണെങ്കിൽ അതിൽ കൂടും. അത് നമ്മൾ 1 കിലോ എടുത്തിട്ട് നല്ല അണക്ക് വെട്ടി തിളപ്പിക്കുന്ന വെള്ളമാണ് ആവശ്യം. നമ്മൾ വെട്ടി തിളപ്പിച്ചാൽ 1.5 ലിറ്റർ വെള്ളം. ഇവിടെ മേപ്പോട്ട് താപ്പടെ നോക്കിയിട്ട് പിന്നെ നോട്ട് എഴുതിട്ട് പറയുന്നത് 1 കിലോ പെല്ലറ്റ് എടുക്കുക. നല്ല കറക്റ്റ് അളവായിരിക്കണം. കറക്റ്റ് 1 കിലോ പെല്ലറ്റ് എടുക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന ഈ കവറിന്റെ അളവ് 16 to 18 ആണ്. നമ്മുടെ ഈ കവറിന്റെ അളവ് 16 to 18 ആണ്. PT കവറാണ്